ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ ഭീകരർ കാശ്മീരിൽ അഴിഞ്ഞാടിയപ്പോൾ മുൻ സർക്കാരുകൾ വോട്ട് ബാങ്ക് നഷ്ടമാവുമെന്ന് കരുതി മൗനം പാലിച്ചു. ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടാണ് മോദി സർക്കാർ മറുപടി നൽകിയതെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കിയത്? രാജ്യസഭയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് മറുപടി നൽകവെയാണ് ഭീകരതയ്ക്കെതിരെയുള്ള മോദി സർക്കാരിന്റെ നയവും നടപടികളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭീകരവാദത്തിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി, അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ അടിക്ക് തിരിച്ചടി എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ നയമെന്നും അത് തുടരുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം മുൻകാലങ്ങളിൽ ജമ്മു കാശ്മീരിലേക്ക് ഭീകരവാദത്തിന് സാഹചര്യമൊരുക്കുകയും ഭീകരവാദികളെ കടത്തിവിടുകയും ചെയ്ത പാകിസ്ഥാനും ഒപ്പം അതിന് മൗനം പാലിച്ച കോൺഗ്രസ് സർക്കാരിനും രൂക്ഷമായ വിമർശനം കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി. അയൽ രാജ്യത്തു നിന്ന് ഭീകരവാദികൾ കശ്മീരിലേക്ക് എത്തിയപ്പോഴും അവർ കശ്മീരിന്റെ മണ്ണിൽ വലിയ രീതിയിൽ അശാന്തി പടർത്തിയപ്പോഴും മുൻ സർക്കാരുകൾ മൗനം പാലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കശ്മീരിലെ ജനത ആശങ്കയോടുകൂടി ജീവൻ ഭയന്ന് ജീവിച്ചപ്പോഴും ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാനോ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താനോ കോൺഗ്രസിന് ഭയമായിരുന്നു. വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് ഭീകരതയ്ക്കെതിരെ കോൺഗ്രസ് മൗനം പാലിച്ചതെന്ന രൂക്ഷമായ വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഈ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ മോദി സർക്കാരിന്റെ നയം അടിക്ക് തിരിച്ചടിയാണ്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ നയം. അത് സ്വീകരിച്ചിട്ടുണ്ട്, മുൻപും അത് സ്വീകരിച്ചിട്ടുണ്ട്, ഇനി ഉള്ള ഘട്ടങ്ങളിലും അത് തന്നെയായിരിക്കും മോദി സർക്കാരിന്റെ നയം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഭീകരവാദികൾ യഥേഷ്ടം ജമ്മു കാശ്മീരിൽ അശാന്തി പടർത്തിയിരുന്നെങ്കിൽ ഭീകരവാദത്തിന് പാകിസ്ഥാനിൽ കയറിക്കൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാണ് BJP സർക്കാർ മറുപടി നൽകിയത്. കൂടാതെ 2019 രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കശ്മീരിൽ സ്വീകരിച്ചിട്ടുള്ള സൈനിക നടപടികൾ ഭീകരവാദത്തിന്റെ മുനയൊടിച്ചു. കശ്മീരിന്റെ സാഹചര്യം തന്നെ പൂർണ്ണമായും മാറി വരികയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞതും ജമ്മു കാശ്മീരിൽ നടത്തിയിട്ടുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെയാണ്. കശ്മീരിന്റെ സാഹചര്യം പൂർണ്ണമായും മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ വിജയം കണ്ടുവരികയാണ്. ഭീകരതയ്ക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചു. ഇന്ന് കശ്മീരിന്റെ സാഹചര്യം മാറി വരികയാണ് എന്ന് വളരെ വ്യക്തമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ തന്നെ അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നത് ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിൽ 85% കുറവുണ്ടായി എന്നുള്ളത് നേരത്തെ തന്നെ അദ്ദേഹം കണക്കുകൾ സഹിതം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയത് 2014 രാജ്യത്ത് മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ BJP സർക്കാർ അധികാരത്തിലേറുമ്പോൾ രാജ്യം നേരിട്ടിരുന്ന 3 പ്രധാന പ്രശ്നങ്ങളുണ്ടായിരുന്നു. രാജ്യത്തെ എപ്പോഴും പിറകോട്ട് വലിക്കുന്ന 3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് 1 ജമ്മു കാശ്മീരിലെ ഭീകരവാദം, 2 കമ്മ്യൂണിസ്റ്റ് ഭീകരത, 3 വടക്കിഴക്കൻ മേഖലയിലെ സംഘർഷം. ഈ 3 പ്രശ്നങ്ങളും നിരന്തരം രാജ്യത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്നു. ആ 3 പ്രശ്നങ്ങളിൽ കൂടി പരിഹാരം കാണാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തെ അടിച്ചൊതുക്കാനും കശ്മീരിന്റെ സാഹചര്യം മാറ്റാനും സാധിച്ചു. വടക്കിഴക്കൻ മേഖലയിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ അടിച്ചൊതുക്കാൻ സാധിച്ചു. അവ വടക്കിഴക്കൻ മേഖലയിൽ മുൻപ് ജനങ്ങളുടെ മനസ്സ് പോലും ഭാരതത്തിൽ നിന്ന് വിഘടിച്ച് മാറി നിൽക്കണമെന്ന മനസ്സ് വടക്കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവിതാന്തരീക്ഷം മാറ്റിയെടുക്കാനും ഒപ്പം വിഘടനവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും സാധിച്ചു. കൂടാതെ ചുവപ്പൻ ഭീകരത രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. രാജ്യത്ത് ചുവപ്പൻ ഭീകരത അന്ത്യശ്വാസം വലിക്കുകയാണ് എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഈ 3 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ഭീകരതയ്ക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാനും പാകിസ്ഥാനിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് ഭീകരതയ്ക്ക് മറുപടി നൽകാനും മോദി സർക്കാരിന് സാധിച്ചു. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും സമാധാനവും ഉറപ്പാക്കുന്നതിന് ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എന്നതാണ് മോദി സർക്കാരിന്റെ നയം. അത് മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിലും അതേ നയത്തിലൂടെ കൂടി തന്നെയായിരിക്കും പ്രവർത്തനം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്.